ഹലോ ഗൈസ്, അതെ ഇന്നൊരു ചെറിയ വ്ളോഗ് കണ്ടാലോ. രാവിലെ തന്നെ ചെറിയ ചെറിയ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഉണ്ണികളെ കൊണ്ട് അംഗനവാടിയിലാക്കാൻ പോവാണേ. ഉണ്ണികളെന്ന് പറയുമ്പോൾ നാത്തൂൻ്റെ കിടാവും കൂടി ഉണ്ട് കേട്ടാ. അവൾ ഹോസ്പിറ്റലിൽ പോയ കാരണം അവനെ ഇവിടെ ആക്കിയിട്ടാട്ടോ പോയത്. അപ്പോൾ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അവർ രണ്ടുപേരും കൂടി ആയാൽ എനിക്ക് ഒതുങ്ങില്ല. അപ്പോൾ അത് കാരണം രണ്ടുപേരും കൊണ്ടുവന്ന് അംഗനവാടിയിലാക്കാമെന്ന് വിചാരിച്ചു. അംഗനവാടിയിലാക്കിയിട്ട് വലിയ കാര്യമൊന്നും ഉണ്ടായില്ല. ഉച്ചയായപ്പോഴേക്കും ഞാൻ പോയി കൊണ്ടുവരേണ്ടി വന്നു കേട്ടാ. ഇതാണ് ഇവളുടെ അംഗനവാടി. ചേച്ചിയുടെ അംഗനവാടിയിലേക്ക് അനിയനെ പിടിച്ചു കൊണ്ടുപോകുന്നുണ്ട്. ഇതാണ് അവളുടെ ടീച്ചർ, വിശാലൻ ടീച്ചർ. ചെന്നപ്പോൾ തന്നെ കളി സാധനങ്ങളും ആ ഊർന്നിറങ്ങണതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ രണ്ടുപേരും കൂടി ചാടിത്തുള്ളി പോയിട്ടാ. എന്നിട്ട് ഞാൻ കൂടുതൽ വർത്തമാനത്തിന് നിൽക്കാണ്ട് ഞാൻ തിരിച്ചു പോന്നു കേട്ടാ. വരണ വഴിക്കത് അച്ഛൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ചായ കുടിക്കാൻ പോകുന്നുണ്ടാ കടയിലേക്ക്. അപ്പോൾ ക്യാമറയിലേക്ക് നോക്കാൻ പറഞ്ഞിട്ട് നോക്കാണ്ട് പോണതാണേ. വന്നിട്ട് ഉണ്ണിക്ക് പാലൊക്കെ കൊടുത്തിട്ട് ഞാൻ പിന്നെ എൻ്റെ ബാക്കി പണികളിലേക്ക് കടന്നു. ഇന്നലത്തെ തുണികളൊക്കെ കുറച്ച് ചൂട് കയറ്റാനുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ വെയിലത്ത് റോട്ടിൽ പറക്കിയിട്ടു. അതെ, തുണി പറക്കിയിടുന്നതിൻ്റെ ഇടയിൽ അവിടെ നട്ടേക്കണ ചെടിയൊക്കെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. ചെടിയൊക്കെ അല്ല, ഈ ചെടി ഇതേ 10 മണി ചെടിയാണ്. അതിൻ്റെ 2 രൂപ ഉണ്ട് ഇതിൽ. പിന്നെ കുറച്ച് തുണി കുറേ തുണി അലക്കാനുണ്ടായിരുന്നേ. അതെ, അതൊക്കെ ഇരുന്ന് അലക്കാണ് ഞാൻ. കൂടുതലും ഉണ്ണിയുടെ തുണികളായിരുന്നേ. അലക്കൊക്കെ കഴിഞ്ഞ് അതൊക്കെ കൂടുന്നത് തോരയിട്ടു. കുറേ റോട്ടിലും അഴയമൊക്കെ ആയിട്ട് കുറേ ഇട്ടു. അപ്പോഴേക്കും ഉണ്ണി വാശി പിടിച്ച് തുടങ്ങി. ഇതേ പോയി അവനെ എടുത്തു. അവനെ കുറേ നേരം എടുത്തുകൊണ്ട് നടന്ന് കളിപ്പിച്ചു, പാല് കൊടുത്ത് കിടത്തി ഉറക്കി. ഇത് ഈ ഇട്ടേക്കണ കണ്ട, ഇതൊക്കെ എൻ്റെ നാത്തൂൻ ചെയ്തു വെച്ചേക്കണ പരിപാടികളാണ്. ചെടി നടാനും അവിടെ വരച്ചേക്കണതൊക്കെ അവൾ ചെയ്തതാണേ. അപ്പം അത്രേ ഉള്ളൂ. ടാറ്റ, ബൈ ബൈ.